ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷാദ ഉന്മാദ രോഗത്തിന് കഴിക്കുന്ന ഒരു മെയിൻ മരുന്നിൽപ്പെട്ടതാണ് ലിഥിയം എന്ന് പറയുന്ന മരുന്ന്. ലിഥിയം എന്ന് പറയുന്ന മരുന്ന് കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ നോമ്പുകാരനാകുമ്പോൾ ആ ഒരു 14 മണിക്കൂറും വെള്ളം കുടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം 1.5 ലിറ്റർ വെള്ളം അകത്തേക്ക് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ നാരങ്ങ വെള്ളമോ അല്ലാതെ സാധാരണ വെള്ളം പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുക. അതായത് ഈ നോമ്പിൻ്റെ ഇടയ്ക്ക് തന്നെ 2 തവണയെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലിഥിയം എന്ന് പറയുന്ന മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് അറിയാം, അത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടും അതിൻ്റെ ലെവൽ കൂടിയോ കുറഞ്ഞോ പോകാൻ പാടില്ലാത്തത് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലിഥിയം കഴിക്കുന്ന ആളുകൾ എന്തായാലും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക, മരുന്ന് നിർത്താതിരിക്കുക. മരുന്നിൻ്റെ ഡോസ് ഒരു നേരം കഴിക്കാൻ മാത്രം പറ്റുമെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് അത് 2 നേരം എന്നുള്ളത് ഒരു നേരമാക്കി തരാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആ മരുന്നിനില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു കാലയളവിൽ, അതായത് ആ ഒരു 10 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 1.5 ലിറ്റർ വെള്ളം അകത്തേക്ക് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.